ഞാൻ അവർ നന്നായിട്ട് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ കാത്തിട്ട് പെട്ടെന്ന് എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് ചിരിയിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു ഫേസ് കണ്ടപ്പോൾ. ഇപ്പം മനസ്സിലായി ആൾക്കാരെന്ത് വേണം ചിരിക്കുന്നതാണ്. എന്തായാലും അത് മമ്മൂക്കിയെക്കാട്ടും കയ്യടി കിട്ടിയിട്ട് എനിക്കാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് പിൻവാങ്ങിയാണ്, എന്നിട്ടും അവർ ആ സീൻ കളഞ്ഞില്ല. ഞാൻ ഡയറക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് സോറി പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് പിൻവാങ്ങിയല്ലോ. ഒരു ഡയലോഗ് സീൻ ഉണ്ടായിരുന്നു, അത് ഞാൻ അഭിനയിച്ചില്ല. അതിനെ ഞാൻ സോറി പറഞ്ഞു. നന്നായി സംസാരിച്ചു. നല്ല ടീമാണ് അത്. എനിക്ക് അന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായി. കല്ലൂരിൻ്റെ മകനെ ഡയറക്ട് ചെയ്തതാണ്. ഡ്യൂക്ക് ഓടിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഡ്യൂക്ക് ഓടിച്ചിട്ടാണല്ലോ വരുന്നത്. ഡ്യൂപ്പ് ഓടിച്ചായിരുന്നു. ഡ്യൂക്ക് ഓടിക്കുന്നത്. ഡ്യൂപ്പാണ് വണ്ടി ഓടിക്കുന്നത്, ഞാനല്ല. എനിക്ക് സ്പോർട്സ് ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ആറാട്ടിൻ്റെ സീൻ പറഞ്ഞാൽ ഹെൽമെറ്റ് ഊരിന് മാത്രമേ ഉള്ളൂ. ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന ആറാട്ടിനാണ്. അല്ലയാണ്. ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന ആറാട്ടിനാണ്. ആണ്. ഹെൽമെറ്റ് ഊരുന്നത് ആറാട്ടിനാണ്. ഹെൽമെറ്റ് ഊരുന്നത് ഞാനാണ്. ഓടിക്കണത് മാത്രം ആറാണ്. ഓടിക്കുന്നത് ഡ്യൂപ്പാണ്. ആറാട്ടിന് ഡ്യൂപ്പ് ഫസ്റ്റ് പടത്തിൽ ഇതിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. പെരേര പോയി ആൾക്കാർ പറഞ്ഞു ഞാൻ കാരവൻ കിട്ടാത്തതോടെ പിൻവാങ്ങി. അങ്ങനെയല്ല. ഞാൻ ഫസ്റ്റ് ദിവസം ചെന്നപ്പോൾ കാരവൻ എല്ലാം ഉണ്ടായിരുന്നു. സെക്കൻഡ് റൗണ്ട് ചെന്നപ്പോൾ ഒരുപാട് സ്റ്റാറുകളുണ്ടായി. അപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറാൻ പോലും സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് ഫുഡ് കിട്ടിയില്ല. റെമിറ്റേഴ്സ് പറഞ്ഞില്ല. അതെല്ലാം കാരണം പിൻമാറി. അല്ലാതെ കാരവൻ കിട്ടാത്തതോട്ടല്ല. പെരേരക്ക് വലിയ അസൂയ ഉണ്ടെന്നില്ല. പെരേര നെഗറ്റീവ് പറയണ്ടേ എന്നെ കുറിച്ചാണ്. യോധയില ജഗതിയുടെ അവസ്ഥയാണ് ഇപ്പോൾ പെരേരയ്ക്ക്. അവൻ എല്ലാവരുടെ അസൂയാണ്. കിംബോയ് പൊങ്ങിയതിൻ്റെ അവസ്ഥയല്ല. ടൈഗറിന് ഒരുപാട് പുതുവഴിച്ചുണ്ട്. നമ്മൾ ടൈഗറിന് കിംബോയും കോമാളത്തെ കാണിക്കും. അപ്പോൾ അവനെന്താ കാണിക്കുന്നത്? അവൻ ആരും പൊങ്ങി, അവന് മാത്രം പൊങ്ങിയിരിക്കണം. വേറെ ആരും വരാറില്ല. ഇപ്പോൾ എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എനിക്ക് ചേട്ടനോട് അസൂയയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പക്ഷെ ഒരു കാര്യം നിഷ്കളങ്കനാണ്. അവൻ അസൂയ ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. മുഖത്തത് ശരിക്കും കാണിക്കുന്നുണ്ട്. ആൾ പാവകയാണ്. പക്ഷെ അസൂയ ഭയങ്കര കൂടുതലാണ്.